സമയവും കാലവും മാറ്റുന്ന ദൈവം. ദ ഗോഡ് ഹു ചേഞ്ചസ് ദ ടൈം. അനേക കുടുംബങ്ങൾക്ക് സ്ഥിതിമാറ്റം അയക്കുകയാണ്. മക്കളുടെ പഠിത്തത്തിലായിരിക്കാം, രോഗത്തിൽ നിന്നുള്ള വിടുതലായിരിക്കാം, പണസംബന്ധമായ ബന്ധനമായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാരിലെ വഴക്കുണ്ടാക്കിയിട്ട് മാറിയിരിക്കുന്നതായിരിക്കാം, പ്രായം ചെന്നവർക്ക് പണത്തിലെ പ്രയാസമായിട്ട് അപ്പനമ്മമാരെ വേറെ അവർക്ക് നോക്കാൻ വയ്യാത്ത സ്ഥിതിയായിരിക്കാം, രോഗം കൊണ്ടായിരിക്കാം. ഇതൊക്കെ പല വ്യത്യാസങ്ങൾ, പല സാഹചര്യങ്ങൾ. കർത്താവ് ഒരു വ്യത്യാസം വരുത്താൻ പോവാണ്. നമ്മൾ ചോദിക്കുക, കർത്താവ് ഈ സാഹചര്യത്തിൽ എന്നും ഒരേപോലെ. ചിലർ പറയത്തില്ലേ, കടത്തിൽ ജനിച്ചു, കടത്തിൽ ജീവിച്ചു, കടത്തിൽ മരിച്ചു. അതൊക്കെ ദുഃഖകരമാണ്. അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട്. ഈ കടബാധ്യത മാറിയിട്ട് നടുവൊന്ന് നൂർന്ന് ജീവിക്കാൻ വയ്യാത്ത എത്ര പേരുണ്ട്. ഇതൊരു ശാപമാണ്. ദൈവം ഒരിക്കലും അങ്ങനെ നമ്മുടെ പുറത്ത് കടബാധ്യത മുഖം കയറ്റി വെച്ചിട്ട് ദൈവം ചിരിക്കത്തില്ല, സന്തോഷിക്കത്തില്ല. അതാണ് കൊടഞ്ഞ് കള അതിൻ്റെ ദൂതാണെന്ന് കടന്നു വരുന്നത്. 118 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. ഉല്ലാസവും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. നമ്മൾ ഈ 118 സങ്കീർത്തനം നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ക്രൂശ് മരണത്തിന് പോകുന്നതിന് മുൻപേ എടുത്ത് റിസൈറ്റ് ചെയ്ത ഒരു അധ്യായമാണ് ഈ ഒരു 118 അധ്യായം എന്ന് പറയുന്ന സങ്കീർത്തനം. 118 സങ്കീർത്തനത്തിനകത്ത് നമുക്ക് ഒരു ഭാഗമുണ്ട്. യേശു ക്രിസ്തു കസായും ബേലാസും എടുത്ത്, അതായത് കർത്തൃമേശ ദൈവത്തിന് തിരുവത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് തൻ്റെ ശരീരം എടുത്ത്, തൻ്റെ വിഷം എടുക്കെടുത്ത് അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് അത് കഴിഞ്ഞ് അവരെല്ലാം ചെയ്യേണ്ടതിൽ ഓർപ്പിച്ചിട്ട് ഗെത്സമന തോട്ടത്തിലോട്ട് പോകുന്ന സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യമാണ് 118 23 ഇത് യഹോവയാൽ സംഭവിച്ചു. അതിന് മുമ്പിൽ 22 പറയുന്നത് കൂടെ വായിക്കാം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ ക്രൂശ് മരണം ഏൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഭാഗമാണ് ഇവിടെ. ഇതാണ് യേശു പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അങ്ങ് പോകുന്നത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. ക്രൂശ് മരണം യഹോവയാൽ സംഭവിച്ചു എന്ന് മീൻസ് യഹോവ അറിഞ്ഞിട്ട് തന്നെയാണ് അറിഞ്ഞത്. യഹോവയുടെ പിതാവാം ദൈവത്തിൻ്റെ അറിവ് കൂടാതെ ഒന്നും ഇന്നും ഭൂമിയിൽ ഒന്നും ദൈവം അറിയാതെ നടക്കുന്നില്ല. നമ്മളെ എല്ലാ കാര്യം ചെറുതും വലുതും യേശു അറിയുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യവും മനുഷ്യൻ്റെ പണസംബന്ധമായ ഇടപാടുകളെല്ലാം എങ്ങോട്ട് പോകുന്നു, എവിടോട്ട് പോകുന്നു. ഇനി ചിപ്പും കൂടിയിട്ട് കഴിയുമ്പം ഒരിടത്തിരുന്ന് മനുഷ്യനെ നിയന്ത്രിക്കാമെന്ന്. പിന്നെ സ്വർഗത്തിലെ അപ്പച്ചന് ഇതൊക്കെ അറിയത്തില്ല. അതിൻ്റെയൊക്കെ ഒരു ചെറിയ വകഭേദം ഇവിടെ അറിയുന്നതേ ഉള്ളൂ. പക്ഷെ നല്ലതിനല്ല ഇവിടെ ഉള്ളത്, സ്വർഗത്തിൽ നന്മയ്ക്കും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. പറയാമോ നമുക്ക്? കഷ്ടമുണ്ട ദിവസം പറയും, ഇതെൻ്റെ ദൈവം ഉണ്ടാക്കിയ ദിവസം. നാളെ വീട് ജപ്തി ചെയ്യും. സൂയിസൈഡ് ചെയ്യാൻ പോയിസണും വാങ്ങിച്ചു വെച്ചിരിക്കുക. ഒരമ്മ പറയില്ല, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. എന്തു ജപ്തി ചെയ്യുന്നെങ്കിൽ ജപ്തി ചെയ്ത് പോട്ടെന്നേ. ദൈവത്തിന് ഇതിൽ കൂടെ നമ്മളെ കടത്തിവിടാൻ ഉദ്ദേശമുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഇതൊക്കെ നമ്മൾ ഓരോന്ന് വിഗ്രഹമാക്കി കയറ്റി വെക്കും. പിന്നെ ഈ വിഗ്രഹം ഉടയ്ക്കാൻ നേരത്ത് നമ്മൾ കിടന്ന് കരയാം. എന്നിട്ട് അയ്യോ പുത്തോ വിളിച്ചിട്ട് ലോകത്തിലുള്ളവരെല്ലാം കൊണ്ട് സഹായം ചോദിപ്പിക്കും. ഇത് ദൈവത്തിൻ്റെ ആണോ? അല്ല. തുടങ്ങിയതേ ദൈവത്തിൻ്റെ അല്ലായിരുന്നു. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടുമില്ല. ഈ ജോഷുവ ഗിബിയണൈറ്റ്സ് വന്നപ്പോൾ അവർക്കറിയാം ദൈവത്തിൻ്റെ സാന്നിധ്യം ജോഷുവയുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഗിബിയണൈറ്റ്സ് തൊട്ടടുത്തുള്ളവരാ, അവരെ കൊല്ലും, അവരെ യുദ്ധത്തിൽ കൊല്ലുമെന്ന് പേടിച്ചിട്ട് അവരൊരു സൂത്രപ്പണി ചെയ്തു. കാലിൻ്റെ ചെരുപ്പെല്ലാം നല്ലവണ്ണം അങ്ങോട്ട് ഒത്തിരി പഴയതാക്കി തോന്നിപ്പിച്ചു. വസ്ത്രമെല്ലാം കീറിയത്, അപ്പമെല്ലാം ഫെർമെൻറ്റ് ചെയ്ത് പൂപ്പ് പിടിച്ചത്, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ജോഷുവ അടുത്ത് കാണിച്ചു പറഞ്ഞു, ഞങ്ങൾ ദൂരേന്ന് വരുന്നവരാണ്, ഞങ്ങളെ സഹായിക്കണേ. ആ ജോഷുവ ദൈവത്തോട് ചോദിക്കാതെ അവരുമായിട്ടൊരു സമാധാനത്തിൻ്റെ ട്രീറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എടുത്തു. ദൈവത്തിന് കോപമായി. കാരണം അവർ ചതിക്കുകയാണ് ചെയ്തത്. ജോഷുവയ്ക്ക് അത് തിരിച്ചു മാറ്റാൻ ഒക്കാതെ വണ്ണം വലിയ പ്രയാസമായി മാറി. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ ചെയ്തേച്ച്
കർത്താവിൻ്റെ മഹത്വം കുറയ്ക്കുന്ന പോലെ ഒരു പ്രവൃത്തി കാണിച്ചു വെച്ചേച്ച് നമ്മൾ പിന്നെ മറ്റുള്ളവരെ കൂടെ അതിനകത്തോട്ട് വലിച്ച് താഴ്ത്തിയിടുക. നിർത്ത്, അവിടെ നിർത്ത്. ആ കയറ് പൊട്ടിച്ച് മാറ്റ്. ഈ കുഴി അതിന് യേശുവിൻ്റെ രക്തം കൊണ്ട് നികത്തിക്കള. അത് എന്നേക്കും അടഞ്ഞു പോട്ടെ, മനുഷ്യൻ കയറി വരട്ടെ. ഒരു കഴുതെ പിടിച്ച് കിണറ്റിനകത്തിട്ടെന്ന് പറഞ്ഞു കേട്ടു. കഴുത പ്രായമുള്ളത് ചത്തു പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഉടമസ്ഥൻ പറഞ്ഞു കുറച്ച് മണ്ണങ്ങ് വാരിയിട്ടേക്കാം, ഇതിൻ്റെ ഈ ശബ്ദം കേൾക്കണ്ടല്ലോ. മണ്ണ് കൂടുതൽ ഇടുന്തോറും കഴുതയല്ലേ, മണ്ണ് കുടഞ്ഞു വെച്ച് കഴുത മുകളിലോട്ട് കയറി വരും. ലാസ്റ്റിൽ മണ്ണ് ഒരുവിധം പൊക്കമായപ്പോൾ കഴുത നല്ല ധൈര്യമായിട്ട് കുഴിയിൽ നിന്ന് പൊക്കത്തിൽ ഇറങ്ങിപ്പോയി. കുഴിയുടെ ആഴത്തിൽ നിന്ന് കഴുത രക്ഷപ്പെട്ടുപോയി. കഴുതയുടെ പുറത്ത് എത്ര പ്രാവശ്യം ചെളി എറിഞ്ഞിട്ടും അതൊരു പ്രയാസമാക്കി കാണാതെ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞ പോലെ അനേകരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വന്നത് അബദ്ധം കൊണ്ടാണ്, പ്രയാസം കൊണ്ട്, ബുദ്ധിഹീനത വന്നത്. ദൈവം തമ്പുരാൻ തൻ്റെ കരുണ തോന്നിയിട്ട് അവൻ്റെ കൈക്ക് പിടിച്ച് നിങ്ങളെ രക്ഷിക്കട്ടെ. കർത്താവിനെ മാത്രം ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കെണിയാണ്. മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തെ തന്നെ ആശ്രയിക്കുക. കർത്താവ് പറഞ്ഞു ഇത് യഹോവയാൽ സംഭവിച്ചു. അതായി വീട് ജപ്തി ചെയ്യുന്നെങ്കിൽ ജപ്തി ചെയ്ത് പോട്ടെ എന്ന് പറയാനുള്ള ധൈര്യം വരണം. അങ്ങനെയുള്ളത് സംഭവിച്ചത് എനിക്കറിയാം. ഇന്ന് അവർ ഈ ദേശത്ത് മാനിക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു. എന്നാലും അതിനൊക്കെ ഒരു മഹത്വമാണ്. നമ്മൾ ചില സാഹചര്യം കൂടെ പോകണമെങ്കിൽ അതിൽ ജയമെടുക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ വാങ്ങിക്കണം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ലെന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ അതുകൊണ്ടാണ്. അവർ നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാണ്. ക്രൂശുമരണത്തിന് മുമ്പ് യേശു വളരെ സങ്കടത്തോടെ പിതാവിനോട് സംസാരിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഇത് എടുത്തു കളയുന്നു. അതിനു മുമ്പ് പറഞ്ഞേച്ചു പോയെന്ന് ഇത് യഹോവയാൽ സംഭവിച്ചാണ് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം യേശുവും പറഞ്ഞു. പക്ഷേ ഈ യേശു തന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു അയ്യോ കഴിയുമെങ്കിൽ. അപ്പം മനുഷ്യന് രണ്ട് ചിന്തകൾ അപ്പുറത്തും ഇപ്പുറത്തും വരും. അത് നാച്ചുറലാണ്, രണ്ട് ചിന്തകൾ വരുന്നത്. പക്ഷെ രണ്ട് ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ചിന്തയിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ കിട്ടണം. അതായത് ഒരു സെയിങ് ഉണ്ട്, വെൻ യു ആർ റിയലി എബൌട്ട് ടു എയർ, അതായത് നീ തെറ്റ് ശരിയെന്നുള്ള ചിന്തിക്കുമ്പോൾ ഏതാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തപ്പോൾ എയർ ഓൺ ദ റൈറ്റ് സൈഡ്, നല്ലതിലേക്ക് തിരിയുക. ഇച്ചിരി നഷ്ടം വന്നാലും നല്ലതിലേക്ക് നിൽക്കാനുള്ള ബോധം വരണം. അത് ചെറിയ കട്ട് ഷോട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറുക്കു വഴി കണ്ടുപിടിക്കണ്ട. നമ്മളെല്ലാം ചെയ്യും, പക്ഷെ ദൈവാത്മാ പറയുന്നു കുറുക്കു വഴിക്ക് പോകണ്ടെന്ന്. കുറുക്കു വഴിക്ക് പോകണ്ട, എൻ്റെ അടുക്കൽ തന്നെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാണ് യഹോവ ഞങ്ങളെ രക്ഷിക്കണമെന്ന്. പിന്നെ യേശു അത് പറഞ്ഞില്ല. യേശു അന്ന് പറഞ്ഞത് ഇത് സന്തോഷിച്ചാനന്ദിക്കുക. അത് ഇംഗ്ലീഷിൽ പറഞ്ഞത് ദിസ് ഈസ് ദ ഡേ that the Lord has made. We will rejoice and be glad in it. For this is the day that the Lord has made. We will rejoice and be glad in it. This is the day that the Lord has made. ഇതാണ് യേശു പാട്ട് പാടിക്കൊണ്ട്, ഈ 118-ാം സങ്കീർത്തനം പാടിക്കൊണ്ടാണ് ക്രൂശയിലോട്ട് യേശു പോകുന്നത്. ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയത്. നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ അറിയാമായിരുന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ വരുമ്പം ധൈര്യത്തോടെ അങ്ങനെ പാട്ട് പാടി പോകാനുള്ള കൃപ തരട്ടെ. നമ്മൾ കാലങ്ങൾ മാറ്റുന്നു, സീസൺസ് മാറ്റി തരാം. അപ്പം ഇനി ദൈവം പറയുകയാണ്, ഇത്രയും പറഞ്ഞു. ഇപ്പം 2024 എൻ്റെ ജനത്തിൻ്റെ ഭവനം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാക്കി മാറ്റിയിരിക്കുന്നു. അത് ഉത്തരമാണ്. കർത്താവ് പറയുകയാണെന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ഉടമ്പടി ദൈവം ഏറ്റെടുക്കുകയാണ്. ഞാനാണ് ഉടമ്പടിയുടെ സ്ഥാപകൻ, ഞാനത് പൂർത്തീകരിക്കണം. ഹീ ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ us ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ മക്കളെക്കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. നിരാശയുടെ ശബ്ദമല്ല, തോൽവിയുടെ ശബ്ദമല്ല, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ശബ്ദം കടന്നു വരട്ടെ. നല്ല വാർത്തകൾ കടന്നു പോകാം. ചെവി കോർത്ത് നമ്മളത് കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ദൈവം തരുന്ന നല്ല വാർത്ത കിട്ടുമ്പം സാക്ഷ്യം പറയുക. കർത്താവ് നമ്മുടെ ഭർത്താക്കന്മാരെ മാനിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ, മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോട് യോജിപ്പിക്കുന്ന ദിവസമാണ്. ദൈവം തമ്പുരാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ എറിയുന്നു. ദാനിയേൽ 2:20-21 വാക്യം. ദാനിയേൽ 2:20. ദൈവത്തിൻ്റെ നാമം എന്നുമെന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അങ്ങനെ തന്നെ നമ്മുടെ കുടുംബത്തിന് ദൈവം ചെയ്യും. നമ്മുടെ മക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, നമുക്ക് ദൈവം ഈ കൃപ തരിക. ഈ ഒരു വാഗ്ദത്തം
ഇത് ദാനിയേലിൻ്റെ ഞാൻ വായിച്ചത്. ഇത് എഴുതിയിടണം വേദപുസ്തകത്തിലെ ഈ വാക്യം നമ്മുടെ ഭിത്തിയിൽ അല്ലെ ഹൃദയത്തിൽ. ഇതൊക്കെ ഞങ്ങൾ കാണാതെ പഠിപ്പിക്കും. ദാനിയേൽ 2:20-21 ദൈവത്തിൻ്റെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളത്. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകൾക്ക് ബുദ്ധിയും കൊടുക്കുന്നത് നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറയായിട്ട് സംഭവിക്കട്ടെ. മുദ്ര ചെയ്യുന്നു യേശുവിൻ്റെ നാമം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇതൊക്കെ ഒരു കാലയളവിൽ ഞാൻ പറയാനില്ലേ പോലും ഈ വചനം ഇങ്ങനെ ഭൂമിയുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നടക്കാതെ എവിടെ പോകാനാണ്? നമ്മുടെ വായിൽ നിന്നൊരു വചനം അയച്ചാൽ അത് നടക്കാതെ തിരിച്ചു വരത്തില്ലെന്ന് ദൈവവചനം പറയുന്നെങ്കിൽ അങ്ങനെ തന്നെ സീൽ ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, കാലത്തിനെയും സമയത്തിനെയും മാറ്റുന്ന ചുമതല നിൻ്റേതാ. ഞങ്ങൾ വിളിച്ചു പറയും. അത് ആത്മാവിൻ്റെ ദർശനമുള്ളവർക്ക് അത് ചെന്നുകൊള്ളും. അത് പ്രവർത്തിച്ചല്ലാതെ തിരിച്ചും വരത്തില്ല. മഞ്ഞും മഴയും ഭൂമിയിലേക്ക് അയച്ചിട്ട് അത് ചെന്ന് വീഴുന്നിടത്ത് കർത്താവേ വിത്ത് വീണാൽ അത് കിളുത്ത് ചെടിയായി മരമായി പുഷ്ടിച്ച് കിളുക്കുന്നു എങ്കിൽ, അത് ഫലമാകുന്നു എങ്കിൽ, അതുപോലെ നിൻ്റെ വചനം നീ ഞങ്ങൾ അയക്കുമ്പോൾ അത് ചെന്നുകൊണ്ട് പ്രവർത്തിച്ചല്ലാതെ തിരിച്ചു വരത്തില്ല എന്ന് നീ യെശയ്യാവിൽ പറയുന്ന കർത്താവ്. അങ്ങനെ തന്നെ നീ ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം. എൻ്റെ വചനം കാഹളനാദം പോലെ, ട്രംപറ്റ് കോൾ പോലെ കർത്താവെ ഞങ്ങൾ അയക്കുകയാണ്. ഷോഫർ ഡ്രിവൺ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ദേശത്ത് പടരട്ടെ അപ്പച്ച. പള്ളികളിലെ മണിയടിക്കുമ്പോൾ കാഹളനാദമായിട്ട് മാറട്ടെ അപ്പച്ച. ഒരാൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ കാഹളനാദമായിട്ടത് മാറട്ടെ. കുടുംബങ്ങളിൽ സമാധാനം കടന്നു വരട്ടെ. മാറി നിൽക്കുന്നവർ ഒന്നിച്ചാകട്ടെ. കുടുംബജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്നവർക്ക് നീ നേർവഴി കാണിച്ചു കൊടുക്കണമേ. ജോലിയിൽ പ്രയാസമുള്ളവർക്ക് കർത്താവ് കൈപിടിച്ച് കയറ്റണമേ. ഉന്നതമായ പദവിയിൽ അവരെ ഉയർത്തണമേ കർത്താവേ. നമ്മുടെ ഭർത്താക്കന്മാരെ നീ മാനിക്കണം. വടക്കിനോട് തടുത്തു വെക്കല്ല, തെക്കിനോട് കൊടുക്കുക എന്ന ദൈവശബ്ദം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. നീ മാനിപ്പിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.